സാർ, പി സി ജോർജിനെ പിടികൂടാനായി പി സി ജോർജിന്റെ വീട് മുഴുവൻ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം എന്താണ്, തീവ്രവാദിയാണോ? അദ്ദേഹത്തെ ഇത്രയും വലിയ പോലീസ് സന്നാഹം എത്തി പിടികൂടാൻ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഭാവി? അത് നല്ലതല്ലേ? അദ്ദേഹത്തിന് ഇത്രയും പോലീസിൻ്റെ സന്നാഹമൊക്കെ MLA പോലും അല്ലാത്തപ്പോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഗ്ലോറിഫൈ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ പോലീസ് വരട്ടെ, അദ്ദേഹം എന്താ തെറ്റ് ചെയ്തെന്ന് എല്ലാവരും കണ്ടല്ലോ, എന്താ പറഞ്ഞതെന്ന് എല്ലാവരും കണ്ടതല്ലേ. അതിനേക്കാൾ വലിയ തീവ്രവാദങ്ങളൊക്കെ പറയുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആലപ്പുഴയിൽ തന്നെ ഒരു മുദ്രാവാക്യം നമ്മൾ കേട്ടില്ലേ, കുന്തിരിക്കവുമായി കാത്തിരുന്നു വരുന്നുണ്ട് ഞങ്ങൾ കാലന്മാർ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം നടത്തുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ട ആളുകൾ. ഒറ്റയാളിനെ അറസ്റ്റ് ചെയ്തു. മതേതരത്വ മുദ്രാവാക്യം. അതെ. അതുപോലെ തന്നെ കണ്ണൂരിലെ ആലപ്പുഴയിലെ ഒരു പ്രവർത്തകനെ, BJP പ്രവർത്തകനെ കൊല്ലാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ട്. 24 മണിക്കൂറിനകം ഞങ്ങൾ കൊന്നിരിക്കുമെന്ന്. അതിലൊന്നും ഈ വർഗീയത എന്ന് പറയുന്നതില്ലേ? അവിടെ നിന്നുണ്ട്. അവിടെ എഴുതി വെക്കുന്ന മുദ്രാവാക്യങ്ങൾ മതിയല്ലോ. അവിടെ ഈ മതിലുകളിലും മറ്റും എഴുതി വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെ, അത് എഴുതിയവരെ അറസ്റ്റ് ചെയ്യാനുള്ള, ഇങ്ങനെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള എത്രയോ കാരണങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിനൊക്കെ നേരെ കണ്ണടക്കി ഒരു നെൽസൺസ് ഐ കാണിക്കുകയും ഇവിടെ പി സി ജോർജ് ചാനലിൽ വന്നിരുന്ന് പറഞ്ഞതിന് അതിനെ വലിയൊരു വാസ്തവത്തിൽ തെറ്റ് തന്നെയാണ് പറഞ്ഞത്. അത് മോഡറേറ്റ് ചെയ്തേണ്ടിയിരുന്നത് പി സി ജോർജ് അല്ല, അതിൻ്റെ മോഡറേറ്റർ പി സി ജോർജ് ആയിരുന്നില്ല. അത് മോഡറേറ്റ് ചെയ്ത ആൾ തന്നെ. ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ സ്റ്റുഡിയോയിൽ വന്ന് പറയിപ്പിക്കാതിരിക്കാൻ ഉള്ള ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പത്രങ്ങളിലൂടെയോ മാധ്യമങ്ങളിലൂടെയോ പുറത്തു വരാൻ പാടില്ല. വർഗീയ സ്പർദ്ധയുണ്ടാക്കുന്ന അല്ല, ഇപ്പോൾ ഇത്തരം പരാമർശങ്ങൾ നിരന്തരം ചാനലുകളിലും വർദ്ധിച്ചു വരികയാണ്. അതെന്തായിരിക്കും പ്രധാനപ്പെട്ട കാര്യം? അത് നല്ലപോലെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ളത് കാണാനായിട്ട് കമ്മ്യൂണൽ വെറി പിടിച്ച ആൾക്കാർ വർഗീയ വെറി പിടിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നരേന്ദ്രമോദിയെ 24 മണിക്കൂറും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം BJP ആയതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളുടെ മെറിറ്റ് നോക്കിയല്ല, മറിച്ച് അയാളൊരു BJPക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ 24 മണിക്കൂർ വിട്ട് അലക്കി യന്ത്രങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന ചില ചാനലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സൈറ്റുകളും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. എപ്പോഴും ചീത്ത പറയുക, തെറി പറയുക, പച്ച തെറി തന്നെ പറയുന്നവരുണ്ട്. ഇതൊക്കെ നമ്മുടെ സോഷ്യൽ സ്പേസിൽ അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിലുള്ളവയാണ്. ഒരു നടപടിയും ഉണ്ടാവുന്നില്ല, കയറൂരി വിട്ടിരിക്കുക. അതുപോലെയാണ് ഈ ചാനലുകളുടെ കാര്യവും. സിനിമയ്ക്ക് നമുക്ക് സെൻസറിങ് ഉണ്ട്, പക്ഷേ ചാനലുകളുടെ ലൈവാണ്, അവിടെ ഒരു സെൻസറിങ്ങും നമുക്ക് നടത്താൻ സാധ്യമല്ല. ഇപ്പോൾ കമ്മ്യൂണൽ വെറി ഉണ്ടാക്കുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും സെൻസർ ചെയ്തിരിക്കും സെൻസർ ബോർഡ്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ടൂളാണുള്ളത്? അവിടെ ആകെയുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് അതിൻ്റെ അവതാരകൻ മാത്രമാണ്. അദ്ദേഹം മോഡറേറ്റ് ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ഇരിക്കുന്നത്? അദ്ദേഹം ഇരിക്കരുത്. ഇവരെ എല്ലാം കൂടെ അങ്ങോട്ട് വിട്ടിട്ട് അവർ തമ്മിൽ അടിയിട്ടോളാൻ പറയണം. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോമിലൊക്കെ നടക്കുന്നത് പോലെ അവിടെ അടിമകളെയും അതുപോലെ തന്നെ സിംഹത്തെയും ഒരു കൂട്ടിലിട്ട് അടച്ചതിന് ശേഷം പ്രഭുക്കന്മാരെല്ലാം കൂടെ അവിടെ കാഴ്ച കൊണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരാളായിരിക്കരുത് ഒരിക്കലും അവതാരകൻ അല്ലെങ്കിൽ ഈ മോഡറേറ്റർ എന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. അതിനെ നിയന്ത്രിക്കുകയും ജസ്റ്റിസ് ഓഫ് ടൈം, രണ്ടുപേർക്കും ഈക്വലായിട്ടുള്ള ടൈമും മറുപടി പറയാനുള്ള അവസരവും ഒക്കെ കൊടുക്കേണ്ട ഒരാളാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം മാറിപ്പോയിരിക്കുന്നു. പക്ഷം പിടിച്ച് സംസാരിക്കുക, ഒരുത്തനെ അധിക്ഷേപിച്ച് പുറത്താക്കുക, സംസാരിക്കാൻ ഇടം കൊടുക്കാതിരിക്കുക. ഇപ്പോൾ BJPക്കാരനാണെങ്കിൽ കേരളത്തിൽ ഒരൊറ്റ ചാനലിൽ പോലും സംസാരിക്കാൻ ഇടം കൊടുക്കുകയില്ല. അവർക്ക് വളരെ കുറച്ച് സമയം കൊടുക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, ബാക്കി ഇരിക്കുന്ന 4 പേര് പാനലിലുണ്ടെങ്കിൽ അതിൽ 4 പേരും കൂടി ഇദ്ദേഹത്തിൻ്റെ നേരെ കയറി ഇദ്ദേഹത്തിനെ ആക്ഷേപിക്കുകയും അല്ല, വേറൊരു സാറിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ വേറൊരു ചിന്തയും ജനങ്ങൾക്കിടയിലുണ്ടല്ലോ. ചില വിഭാഗത്തിന് എന്തും തുറന്നു പറയാം, എന്ത് വർഗീയ പരാമർശവും നടത്താം. പക്ഷേ ചിലർ നടത്തിയാൽ കേസായി ബഹളമായി പോലീസ് വീട് വളയുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിൽ അടയ്ക്കുന്നു. അതെന്താണ് ഒരു 2 രീതി ഇവിടെ? അത് പണ്ട് തൊട്ടേ ഉള്ളതാണ് പ്രീണന നയം. ഇപ്പോൾ നോക്കൂ, വേറെ വിഭാഗം വേണ്ട, സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ നോക്കൂ. ഇപ്പോൾ കുംഭമേള എന്ന് പറയുന്ന 56 കോടി പേരാണ് പോയി അതിൽ പോയിട്ട് തീർത്ഥാടനം നിർവഹിച്ചിരിക്കുന്നത്. ആ അനുഭൂതി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എലിഫൻറ്റ് ഇൻ ദ റൂം. ആർക്കും അവഗണിക്കാൻ പറ്റാത്ത ഒരു മേളയായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം നടക്കുക. ആ തീർത്ഥാടനം നടക്കുമ്പോൾ ഇതേ വിഭാഗത്തിൽപ്പെട്ട മമതാ ബാനർജി പറയുന്നു അത് മൃത്യുമേളയാണെന്ന്. കാരണം എന്താണ്? അവിടെ 30 പേര് മരിച്ചു. എങ്ങനെ? റെയിൽവേ സ്റ്റേഷനുകളിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ട്രെയിനിൽ കയറാൻ വേണ്ടി ചാടിപ്പോയ കൂട്ടത്തിലാണ്. അല്ല, അവിടെ മുങ്ങി മരിച്ചതല്ല.
അതേസമയം അങ്ങനെയാണെങ്കിൽ തെലങ്കാനയിൽ ഇപ്പോൾ ദാ അവിടെ ഒരു പണി നടക്കുന്നു. തെലങ്കാനയിൽ ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെൻറ് 4 പേര് അവർ അവിടെ ഒരു ടവർ നിർമ്മിക്കുന്നതിൻ്റെ കുഴിയിലേക്ക് വീണ് കിടന്നിരിക്കുന്നു. ഇതുവരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്വാസം കിട്ടാതെ അവർ കിടക്കുക. അപ്പോൾ തെലങ്കാന എന്ന് പറയുന്നത് മൃത്യുഗാനയാണോ, മൃത്യു സംസ്ഥാനമാണോ, അങ്ങനെ പറയേണ്ടി വരുമോ? ഈ ദുർഘടങ്ങൾ എപ്പോഴും സംഭവിക്കും. അത് നമ്മുടെ അച്ചടക്കമില്ലായ്മ കൊണ്ട് വരുന്നതാണ്. നോക്കൂ, ജപ്പാനിലാണെങ്കിൽ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായാലും ശരി, റെസ്ക്യൂ വാഹനങ്ങൾ വന്ന് നിരയായിട്ട് നിൽക്കും. അതിൽ ആളുകൾ കയറുന്നത് ബഹളം വെച്ചുകൊണ്ടല്ല, ക്യൂവായി നിന്നുകൊണ്ടാണ്. അവരുടെ കൾച്ചറാണ്. നമുക്ക് ആ കൾച്ചറില്ല. വഴിയരിയിൽ ബസ് നിർത്തിയാലും ട്രെയിൻ നിർത്തിയാലും എല്ലാം നമ്മൾ ഇടിച്ചു പാഞ്ഞ് കയറി വയസ്സന്മാർക്കും കൊച്ചുകുട്ടികൾക്കും ഒരിടം കൊടുക്കാത്ത രീതിയിലുള്ളൊരു കൾച്ചറാണ് നമുക്കുള്ളത്. ആ കൾച്ചറിൻ്റെ ദുരന്തമാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കണ്ടത്. അതേസമയം നോക്കൂ, ബാംഗ്ലൂരിലൊരു ബസ് സ്റ്റേഷനുണ്ട്, ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ്, KSRTC എന്ന് പറഞ്ഞാൽ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് സർവീസ്. അവിടെ നോക്കൂ, ക്യൂവിൽ കൂടിയാണ് ആബാലവൃദ്ധം ജനങ്ങളും കടന്നു പോകുന്നത്. അപ്പോൾ പ്രായമായവർക്ക് അതിൽ കയറാനൊരു അവസരം കിട്ടുന്നുണ്ട്. ആ അവസരം നമ്മുടെ റോഡുകളിലെങ്ങും ഇല്ല, ബസ് സ്റ്റാൻഡുകളിലില്ല, ബസ് സ്റ്റേഷനുകളിലില്ല. അതിൻ്റെ കുറ്റം. അതോടൊപ്പം തന്നെ PC ജോർജിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഈ അറസ്റ്റിന് ഇപ്പോൾ പോലീസ് സ്കോപ്പ് കൂട്ടുകയാണ്. പക്ഷേ നൂറുകണക്കിന് പ്രവർത്തകരാണ്, BJPയുടെയും പ്രവർത്തകരും നേതാക്കളുമെല്ലാം PC ജോർജിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു ഇടം വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമമാണോ പിണറായിയുടെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടുക. അദ്ദേഹം 2 തവണ പോയി ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചു. അദ്ദേഹം ഒരു ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയുടെ ചൂടിൽ എന്തോ പറഞ്ഞതേ ഉള്ളൂ. പലരും ഈ പറയുന്നത് പോലെ ഉള്ള വലിയ പ്രകോപനാത്മകമായിട്ടൊരു മറുപടിയല്ല, വെറുതെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതുമല്ല, പ്രകോപിതനായതിനു ശേഷം വന്നതാണ്. താങ്കളൊരു വർഗീയവാദിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചതാണ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുൻ MLA ആയിരുന്നിട്ടുള്ള ചീഫ് വിപ്പായിരുന്നിട്ടുള്ള ഒരു നേതാവിനെ, ഇത്രയും നാളത്തെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അനുഭവ സമ്പത്തും പരിചയമുള്ള ഒരാൾ എന്തുമായിക്കോട്ടെ, അദ്ദേഹം ഒരു കള്ളുകൂടിയനോ തെമ്മാടിയോ അല്ലെങ്കിൽ പിന്നെ ജില്ല കടത്തി വരുന്ന കാപ്പാപ്രതിയോ ഒന്നും അല്ലല്ലോ. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ വലിയ പോലീസ് സംഘത്തെ, നമ്മുടെ പാലക്കാട്ട് നിന്ന് ജയിച്ച ഇപ്പോഴത്തെ MLA ഉണ്ടല്ലോ, ആ MLA ഉണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹത്തിനെ വെളുപ്പിനെ വീട് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതുപോലെ അടുത്ത 1 വർഷമായപ്പോഴേക്കും നിയമസഭയ്ക്കുള്ളിലായി. അതെ, രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചതുപോലെ 1 വർഷത്തിനകം അദ്ദേഹം വീണ്ടും വർദ്ധിത വീര്യത്തോടുകൂടി പൂർവാധികം ശക്തിയായിട്ട് MLA ആയിട്ട് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതായത് ഈ ഈരാട്ടുപേട്ട കേന്ദ്രീകരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SDPയെല്ലാം വലിയ പ്രതിഷേധം നടത്തിയിരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചെല്ലാം നടത്തിയിരുന്നു. ഇനി അങ്ങനെ അവരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയായിരിക്കുമോ ഈ സർക്കാർ തീർച്ചയായിട്ടും പോകുന്നത്? സ്ട്രൈക്കിംഗ് ദ ബാലൻസ്. അവിടെ ഒരു പള്ളിയുടെ മേടയിൽ കൊണ്ടുപോയിട്ട് അവിടെ വാഹന മത്സരമൊക്കെ നടത്തി, വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി, അച്ചടക്കമൊക്കെ ലംഘിച്ച് പള്ളിക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അന്ന് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മലബാറിൽ നിന്ന് ആരോ വന്ന് സംസാരിച്ചു. അപ്പോൾ നേരെ മുഖത്തു നോക്കി അദ്ദേഹം സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞു. തെമ്മാടിത്തരം കാണിച്ചവരെ പിന്നെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. തെമ്മാടിത്തരം, ആ തെമ്മാടിത്തരം എന്ന് പറയാനുള്ള ആർജവം അന്ന് മുഖ്യമന്ത്രി കാണിച്ചു എന്ന് പറയുന്നത് പോലെ ഈ തെമ്മാടിത്തരം എന്ന് പറയാനുള്ള ഒരു ആർജവമാണ് വാസ്തവത്തിൽ PC ജോർജ് കാണിച്ചത്. പക്ഷേ അത് അൺപാർലമെൻ്ററി ആയിപ്പോയി. നമ്മളൊരു പൊതു ചാനലിലിരുന്നു കൊണ്ട്, പലരും കാണുന്ന ഒരു ലൈവ് ഷോയിലിരുന്നു കൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. തെമ്മാടിത്തരത്തിനെ നേരിടേണ്ടത് പോലീസിൻ്റെ ചുമതലയാണ്. അത് തെമ്മാടിത്തരമെന്ന് അങ്ങനെ ഇരുന്ന് പറഞ്ഞുകൂടാ എന്നുള്ളതാണ് നമ്മളെ കോടതി മനസ്സിലാക്കി തരുന്നതും പഠിപ്പിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോൾ കുറച്ച് അച്ചടക്കം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ കൂടി തെറി പറയുന്നത് പോലെ അവിടെ തെറി പറയാൻ പാടില്ലെന്നുള്ളത് വാസ്തവം തന്നെയാണ്. തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ നിയമങ്ങൾ, ഭരണഘടനയുടെ നിയമങ്ങൾ PC ജോർജ് പാലിക്കാൻ നിർബന്ധനാണ്. പക്ഷേ ഈ വലിയ കൂട്ടം വേണ്ട. അദ്ദേഹം തന്നെ പറഞ്ഞതാണല്ലോ, ഞാൻ ഹാജരായിക്കോളാം, ഞായറാഴ്ച പ്രശ്നമുണ്ട്, തിങ്കളാഴ്ച ഞാൻ വന്ന് ഹാജരായിക്കോളാം. അദ്ദേഹം എങ്ങോട്ടും പോകുന്നില്ല, ഓടി ഒളിച്ചൊന്നും പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ വളയുകയൊക്കെ ചെയ്ത് ഒരു ഷോ അവിടെ കാണിച്ച് PC ജോർജിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്? അദ്ദേഹത്തിന് ഗുണമായിട്ടേ വരികയുള്ളൂ എന്നുള്ളത് തന്നെയാണ് സത്യം. PC ജോർജിനെ കൊല്ലണമെന്നുള്ള ആഗ്രഹമായി നടക്കുന്ന ആൾക്കാരും അവരുണ്ട്. തൽക്കാലം അവരിൽ നിന്നൊരു രക്ഷ പോലീസ് പിടിച്ചുകൊണ്ടുപോകും. അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടുന്നതായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ചില വിഭാഗങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിനെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവനെ പരസ്യമായിട്ട് ജിഹാദ് പറഞ്ഞില്ലെങ്കിലും രഹസ്യമായിട്ടുള്ള ജിഹാദ് പറഞ്ഞുകൊണ്ട് അവനെ കൊല്ലുക, അവനെ കീറുക, എന്നിട്ട് തേച്ച് ഭിത്തിയിലൊട്ടിക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. PC ജോർജിനെ അങ്ങ് തേച്ച് ഭിത്തിയിലൊട്ടിക്കുക.
അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ കുരിശിൽ തറയ്ക്കുക, ഈ ഒരു പരിപാടിയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഭൗതികമായിട്ടും അത് ചെയ്യാനുള്ള മനസ്സും ശരീരവും ഉള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലീസ് കുറച്ചുനാൾ പിടിച്ച് ജയിലിലിട്ടാൽ അത് അദ്ദേഹത്തിന് അത്രയും സുരക്ഷ നൽകും എന്നാണ് എനിക്ക് തോന്നുന്നത്.